തീർച്ചയായും കോൺഗ്രസിന് രാഷ്ട്രീയ വിഷയമായിക്കോട്ടെ, അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം വ്യക്തിപരമായി ആളുകളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി മാറുകയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മാറ്റിയെടുക്കുകയാണ്. കേരളത്തിലെ നേതാക്കളായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അതൊക്കെ എഴുതി കൊടുക്കുന്നത്. അല്ലാണ്ട് സ്വർണം കട്ടവരാരപ്പ എന്നൊക്കെ പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ നേതാക്കൾ എഴുതി കൊടുത്ത പ്രസംഗം രാഹുൽ ഗാന്ധി ഇവിടെ വായിക്കുകയായിരുന്നു. അങ്ങനെ വായിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അർത്ഥം അറിയാലോ. പക്ഷേ അതിനുശേഷം രാഹുൽ ഗാന്ധി പറയുന്നത് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുകയാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തോളിൽ കയറ്റി നടക്കുന്ന നേതാക്കളാണ് എന്ന തരത്തിൽ വരുത്തി തീർത്തുകൊണ്ട് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗ വോട്ടുകളെ പൂർണ്ണമായി UDF-ലേക്ക് എത്തിക്കാനുള്ള രാഷ്ട്രീയ നീക്കം ഇവിടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ കേരളത്തിൽ പയറ്റി നോക്കുകയാണ്. ഏതായാലും ഇത് ഏറ്റവും മോശമായ ഒരു രാഷ്ട്രീയ പ്രവണതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയിൽ ഒന്നാകെ ഹിന്ദുത്വ അജണ്ട ഏറ്റവും ശക്തമായി പല തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അപ്പോൾ ഏറ്റവും ശക്തമായി തീവ്രമായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിലുള്ളപ്പോൾ, അത് BJP ഉള്ളപ്പോൾ, RSS ഉള്ളപ്പോൾ, പിന്നെ എന്തിന് BJP-യുടെ B ടീമായി കോൺഗ്രസ് എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാതെയായി പോയത്. അതേ പൊളിറ്റിക്സ് വീണ്ടും കേരളത്തിലേക്ക് കോൺഗ്രസ് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. ഒരുപക്ഷെ താൽക്കാലിക വിജയങ്ങൾ ഉണ്ടാക്കിയേക്കാം.